ഗൈസ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. 2025 BSc നഴ്സിംഗിന് കർണാടകത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങളുടെ ഈ 2025 അക്കാഡമിക് ഇയറിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ നിൽക്കുന്നത്. അതാണ് ഓപ്ഷൻ എൻട്രി സമയം. ഓപ്ഷൻ എൻട്രീന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? കൃത്യമായിട്ട് ഓപ്ഷൻ എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കോളേജുകൾ മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉള്ള വിദ്യാർത്ഥികളായിട്ടും നമുക്ക് കിട്ടുന്ന കോളേജുകൾ ചിലപ്പോൾ ഭയങ്കര മോശപ്പെട്ട കോളേജുകളായിരിക്കും. അതേ കോളേജിൽ നമ്മുടെ അത്ര റാങ്ക് ഇല്ലാത്ത കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും. അതായത് ഓപ്ഷൻ എൻട്രി കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കർണാടകത്തിലുള്ള 540-ലധികം കോളേജുകളുണ്ട്. ഓരോ കോളേജുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ബേസിക് ആയിട്ട് ബ്രീഫ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല കോളേജുകളെ കുറിച്ചിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കർണാടകത്തിലെ ഏറ്റവും ബെസ്റ്റ് നഴ്സിംഗ് കോളേജുകൾ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെന്റ് ജോൺസ്, സെന്റ് ഫിലോമിനാസ്, സെന്റ് മാർത്താസ്, അതുപോലെ തന്നെ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്, JSS മെഡിക്കൽ കോളേജ്, രാമയ്യ മെഡിക്കൽ കോളേജ്, കിംസ് മെഡിക്കൽ കോളേജ്, രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, സപ്തഗിരി മെഡിക്കൽ കോളേജ്, ഇതുപോലെ ഒരുപാട് ലക്ഷ്മി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മംഗലാപുരം, ഇതുപോലെ ഒരുപാട് നഴ്സിംഗ് കോളേജുകൾ, നല്ല നഴ്സിംഗ് കോളേജുകൾ, അത് മെഡിക്കൽ കോളേജുകളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നഴ്സിംഗ് കോളേജ്, MBBSഉം BDSഉം അതുപോലെ തന്നെ MD MS പോലുള്ള പ്രോഗ്രാമുകളൊക്കെ പഠിക്കുന്ന നല്ല നല്ല മെഡിക്കൽ കോളേജുകൾ കർണാടകത്തിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകൾ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓപ്ഷൻ എൻട്രിയുടെ സമയമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും KCETയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. വെരിഫിക്കേഷൻ സ്ലിപ്പിലുള്ള ഓപ്ഷൻ എൻട്രി CET നമ്പർ ഉണ്ടായിരിക്കും. അതൊരു 5 ക്യാരക്ടറുള്ള നമ്പർ ആയിരിക്കും. ആ നമ്പർ വെച്ചിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടും ആണ് ഓപ്ഷൻ എൻട്രി സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. ആ സമയത്ത് വിദ്യാർത്ഥിയുടെ ഫേസ് വെരിഫിക്കേഷൻ ഓൺലൈൻ വഴി നടത്തും. അതായത് നിങ്ങളുടെ ഫേസ് അപ്ലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ എൻട്രി സൈറ്റിൽ കയറാൻ. 750 രൂപയാണ് ഓപ്ഷൻ എൻട്രി പേയ്മെന്റ് വന്നിട്ടുള്ളത്. ഇപ്പോ നിലവിൽ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം ഇപ്പോ നഴ്സിംഗ് കുട്ടികൾക്ക് ക്ലോസ് വൈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. സൈറ്റ് അണ്ടർ മെയിന്റനൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഏറ്റവും അടുത്ത ദിവസം 14-ാം തീയതി വരെയാണ് ഇതിന്റെ ഓപ്ഷൻ എൻട്രി ഡേറ്റ് കാണിക്കുന്നത്. അപ്പൊ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏതാനും മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ സൈറ്റ് ഓപ്പൺ ആയി വരും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കോളേജുകൾ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. KEA കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും മറ്റുള്ള ഗൈഡൻസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ KEA വാട്സ്ആപ്പ് കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല കോളേജ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നല്ല ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നഴ്സിംഗ് കോളേജിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു നഴ്സായിട്ട് മാറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്ത് സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.